ഹലോ, നമുക്കിന്ന് ഹെൽത്തി പ്രോട്ടീൻ ബോൾസ് ഉണ്ടാക്കിയാലോ? കുറച്ച് സീഡ്സ്, നട്ട്സ് ആൻഡ് ഡേറ്റ്സ് ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആൻഡ് കുറച്ച് ഗീ കൂടെ വേണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈ റോസ്റ്റിംഗ് ആണ്. സീഡ്സും നട്ട്സും ഓയിലൊന്നും ആഡ് ചെയ്യാതെ വറുത്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കൂളായ ശേഷം ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട, പക്ഷേ എൻ്റെത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഓവറായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ കുറച്ച് ക്രഞ്ചി ആയിട്ടൊക്കെ വേണം പൊടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സീഡ്സും നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽമണ്ട്സ്, പിസ്ത, കാഷ്യൂ, വാൾനട്ട്, പിന്നെ സീഡ്സ് ആയിട്ടുള്ള സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ആൻഡ് പംകിൻ സീഡ്സ്. നെക്സ്റ്റ് പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് അത് ചൂടായ ശേഷം ഒരു 14 ഡേറ്റ്സ്, സീഡ്സ് റിമൂവ് ചെയ്ത ഡേറ്റ്സ് ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെ നല്ലപോലെ ഗീയിലിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. എൻ്റെ ഡേറ്റ്സ് കുറച്ച് ഹാർഡായിരുന്നു, സോ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ളത് സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ ഈ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് മിക്സിംഗ് ആണ്. അതായത് ഫസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത സീഡ്സ് ഡേറ്റ്സ് ആ ഒരു മിക്സില്ലേ, അതും ഈ ഡേറ്റ്സും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉരുട്ടി ബോൾസ് ആയിട്ട് എടുക്കണം. ഇതിനെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഈ ബോൾസ് ആക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. ആദ്യം ഞാൻ ആ വുഡൻ സ്പാച്ചിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യാനാണ് നോക്കിയത്, പക്ഷേ അതത്ര സെറ്റായില്ല. അപ്പോൾ പിന്നെ അത് മാറ്റി കൈകൊണ്ട് തന്നെ നന്നായി യോജിപ്പിച്ചു. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിങ്ങനെ ബോൾസായിട്ട് പിടിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരുന്നാൽ നമ്മൾ മിക്സ് ചെയ്തത് കറക്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ ബോൾ ഫോം ചെയ്തപ്പോൾ അത് ഫോമായിട്ട് ഇരിക്കുന്നുണ്ട്, പൊടിഞ്ഞൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുഴക്കേണ്ട, ദിസ് ഈസ് സെറ്റ്. അങ്ങനെ ഇതുപോലെ ഒരു 16 ബോൾസ് ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു 16 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതിനെ ഞാൻ 2 ആഴ്ചയിലായിട്ടാണ് കഴിക്കുന്നത്. അതായത് ഡെയിലി 1 വീതം ഒരു 2 ആഴ്ചത്തേക്ക്. അപ്പോൾ ഇത് 2 ആഴ്ച കേടൊന്നും പറ്റാണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഈ ഒരു ബാച്ച് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഹെയർ ലോസ് നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു ഷുഗർ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് കഴിക്കാം, ബിക്കോസ് ഇത് ഷുഗർ ഫ്രീ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. ബൈ.